അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓട്ടോ കാലിബ്രേഷൻ വീഡിയോ ആണ്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് നമ്മുടെ സെറ്റപ്പ് മൈക്ക് ഒരു ട്രൈപോഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ട്രൈപോഡിൽ ഫിക്സ് ചെയ്തിട്ട് ഞാൻ ഇരിക്കുന്ന മൂവി കാണുമ്പോഴൊക്കെ ഇരിക്കുന്ന ആ പൊസിഷനിൽ എൻ്റെ ഏകദേശം ചെവിയുടെ ഹൈറ്റിൽ വരുന്ന രീതിയിലാണ് ഞാൻ ഈ സെറ്റപ്പ് മൈക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ട്രൈപോഡിൽ വെച്ചിട്ടുണ്ട്, കാരണം വൈബ്രേഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് AVRൽ എന്താ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ് മൈക്കിൻ്റെ ഒരു എൻഡ്. അപ്പോൾ ഇത് നമ്മൾ ഇനി ഇവിടെ YPAO മൈക്ക് എന്നുള്ളൊരു സോക്കറ്റ് കാണാം. അപ്പോൾ അതിലോട്ട് ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതങ്ങ് കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്ത് പറയുമ്പോൾ TV-യിൽ ഓട്ടോമാറ്റിക് ഡിസ്പ്ലേ വരും. അപ്പോൾ ഇനിയുള്ള ഡീറ്റെയിൽസ് കാണിക്കാൻ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ TV-യിൽ വരുന്ന ഡിസ്പ്ലേ ഇതാണ്. അപ്പോൾ ഞാൻ പവർ ആംപ്ലിഫയറിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെ ചെയ്തിരിക്കുന്നതാണ് കാണിക്കുന്നത്. അതായത് മൊത്തം 11 ചാനലാണ്. ബൈ ആമ്പ് എടുക്കുന്നില്ല. എക്സ്ട്രാ സ്പീക്കർ 2 ഫ്രണ്ട് പ്രസൻസ്, അതായത് 2 അറ്റ്മോസ് സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എക്സ്ട്രാ സ്പീക്കർ വേറെ ഇല്ല. എക്സ്റ്റേണൽ ആമ്പ് റിയർ പ്രസൻസിനാണ്. അതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നില്ല, കാരണം അത് അങ്ങനെ കിടക്കും. പിന്നെ നമുക്കിതിൽ മെഷറിൽ മൾട്ടി പൊസിഷൻ ഉണ്ട്. മൾട്ടി പൊസിഷൻ എന്ന് പറയുമ്പോൾ പല പൊസിഷനിൽ വെച്ച് ഈ മൈക്ക് നമ്മുടെ സൗണ്ട് ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളും മെഷർ ചെയ്യും. അത് എപ്പോഴും എസ് ആണ് നല്ലത്. ഇതെല്ലാം ഹൈ എൻഡ് റിസീവറിനുള്ളത് കേട്ടോ. ചെറിയ മിഡ് റേഞ്ച് റിസീവർ അല്ലെങ്കിൽ എൻട്രി ലെവൽ റിസീവറിനൊക്കെ സിംഗിൾ പോയിന്റ് മെഷർമെൻറ്റേ വരുള്ളൂ. പിന്നെ ആംഗിൾ ഹൈറ്റ്, ഇത് നമ്മൾ അറ്റ്മോസ് സ്പീക്കേഴ്സിൻ്റെ ആംഗിളും ഹൈറ്റും പ്രോപ്പറായിട്ടൊരു അറ്റ്മോസ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയുള്ള സെറ്റിങ്സ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇനി ഓട്ടോ സെറ്റപ്പിൽ പോകുന്നു. പ്രസ് എൻ്റർ ടു സ്റ്റാർട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യും മെഷർമെൻറ്റ്. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റർ കൊടുക്കാൻ പോവാണ്. അപ്പോൾ എൻ്റർ കൊടുക്കാൻ മുമ്പ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മുടെ സബ്ബൂഫറിൻ്റെ കട്ട് ഓഫ് ഫ്രീക്വൻസി മാക്സിമം വയ്ക്കണം. അതേപോലെ ഗെയിന് ഒരു 50% ആണ് കറക്റ്റ് പറയാറ്. ഞാനൊരു 40% വെക്കാറ്, കാരണം എനിക്ക് കുറച്ച് ബാസ് കൂടുതൽ വേണ്ടത് കാരണം ഞാനൊരു 40% വെച്ചിട്ടാണ് ഞാൻ ഓട്ടോ സെറ്റപ്പ് ചെയ്യാറുള്ളത്. പിന്നെ നമുക്ക് ഇഷ്ടം പോലെ കൂട്ടാലോ. ശരിക്കും പറയുന്നത് 50% ആണ് പറയുന്നത്. അപ്പോൾ സബ്ബൂഫർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട്. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സബ്ബൂഫറിൻ്റെ വോളിയം 2 സബ്ബൂഫറിൻ്റെ വോളിയം ഒരു 40% വെച്ചിട്ടുണ്ട്. അതേപോലെ ഫ്രീക്വൻസി ഫുൾ ഫ്രീക്വൻസിയിൽ വെച്ചിട്ടുണ്ട്. ഇനി മെഷർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ജസ്റ്റ് എൻ്റർ നമ്മൾ റിമോട്ടിൽ അമർത്തി കഴിഞ്ഞാൽ മെഷർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ വെച്ച് മെഷർമെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സെക്കൻഡ് പൊസിഷനിൽ വെക്കാനാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത് വരും. അപ്പോൾ തൽക്കാലം സ്കിപ്പ് ചെയ്യാണ്. എല്ലാം സെയിം തന്നെ നടക്കാൻ പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് മെഷർമെൻറ്റ് എൻഡ് ചെയ്യാം, അല്ലെങ്കിൽ 8 പൊസിഷനും നമുക്ക് മൈക്രോഫോൺ വെച്ച് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം വീഡിയോയിലേക്ക് കാണിക്കുന്നില്ല, എല്ലാം കൂടി കാണിക്കുമ്പോൾ ഒരുപാട് സമയമാവും. അപ്പോൾ ഇത് കാരണം തൽക്കാലം അവിടെ നിർത്തുകയാണ്. അപ്പോൾ ഞാനിവിടെ ക്യാൻസൽ കൊടുക്കുകയാണ്. ക്യാൻസൽ കൊടുത്താൽ മെഷർമെൻറ്റ് ഫിനിഷായി എന്നാണ് അർത്ഥം. അപ്പോൾ ഓട്ടോമാറ്റിക് കാൽക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ആംഗിൾ ഹൈറ്റ് മെഷർമെൻറ്റ്, നമ്മൾ മറ്റേ അറ്റ്മോസ് സ്പീക്കേഴ്സിൻ്റെ മെഷർമെൻറ്റ് നോക്കാൻ വേണ്ടിയിട്ട് മെഷർ ആംഗിൾ ആൻഡ് ഹൈറ്റ് ഓഫ് സ്പീക്കേഴ്സ് എന്നുണ്ട്. അപ്പോൾ ഞാൻ യെസ് കൊടുക്കുകയാണ്. യെസ് കൊടുക്കുമ്പോൾ മൈക്രോഫോണ് ഫസ്റ്റ് പോയിന്റിൽ വെക്കാൻ, അതായത് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് ട്രൈപോഡിൽ അതിൻ്റെ കൂടെ ഒരു സാധനം കൂടി വരുന്നുണ്ട്. ആ സാധനമാണ് എനിക്കിനിപ്പോൾ
ട്രൈപോഡിൽ ഫിക്സ് ചെയ്ത് ഈ കാണുന്ന 4 പൊസിഷനിലും ഈ YPAO മൈക്ക് വെക്കണം. അപ്പോഴാണ് അറ്റ്മോസ് സ്പീക്കറിൻ്റെ പ്രോപ്പർ മെഷർമെൻറ്റ് എടുക്കാൻ പോകുന്നത്. ഈ മെഷർമെൻറ്റ് ചെയ്യണമെങ്കിൽ ഈ മൈക്രോഫോണിൻ്റെ കൂടെ വന്ന ഈ ഡിവൈസ് നമ്മൾ ട്രൈപോഡിൽ ഫിക്സ് ചെയ്യണം. എന്നിട്ട് ഈ കാണിക്കുന്ന പൊസിഷൻ, അതായത് 1 എന്നുള്ളത് നമ്മൾ സ്ക്രീനിനെ ഫേസ് ചെയ്യുന്ന പൊസിഷനാണ്. അവിടെയാണ് നമ്മളിപ്പോൾ മൈക്രോഫോൺ വയ്ക്കാൻ പോകുന്നത്. അവിടെ സെറ്റപ്പ് മൈക്രോഫോൺ വെച്ചിട്ട് ഇനി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് മെഷർമെൻറ്റ് എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി പൊസിഷൻ 2-ൽ വെക്കാൻ പാടുണ്ട്. അപ്പോൾ ഞാൻ ആ മൈക്രോഫോൺ ഒന്ന് മാറ്റിയിട്ട് പൊസിഷൻ 2-ൽ വെക്കണം. ഇനി ഞാനിപ്പോൾ 2-ൽ വെച്ചിട്ടുണ്ട്. ഇനി ഓക്കെ കൊടുക്കുന്നു. എഴുതി ഡിവൈസിൽ 3 എഴുതി കൊടുത്ത് വെക്കാൻ പോവാണ്. ഓക്കെ കൊടുക്കുമ്പോൾ മെഷർമെന്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 3ത്തെ മെഷർമെന്റ് കഴിഞ്ഞു. ഇനി 4 എന്ന് പറയുമ്പോൾ കുറച്ച് ഈ പറഞ്ഞ 3 പൊസിഷനായിട്ട് കുറച്ചുകൂടി ഹൈറ്റിൽ വെക്കുന്ന ഒരു പൊസിഷനാണ്. അപ്പോൾ ഞാൻ ഇനി 4-ൽ വെക്കാൻ പോവാണ്. ഏറ്റവും ടോപ്പിലാണ് ഈ പൊസിഷൻ വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ 4-ൽ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ മെഷർമെന്റ് ഓക്കെ കൊടുക്കുകയാണ്. ഇത്ര വന്നപ്പോൾ മെഷർമെന്റ് ഫിനിഷ് ആയിട്ട് 2 എറർ കാണിക്കുന്നുണ്ട്. W1 ഔട്ട് ഓഫ് ഫേസ് എന്ന് കാണിക്കുന്നുണ്ട്, W3 ഔട്ട് ഓഫ് ഫേസ് എന്ന് കാണിക്കുന്നുണ്ട്, സോറി ലെവൽ എറർ എന്ന് കാണിക്കുന്നുണ്ട്. ഈ W1 W3 എന്താണെന്ന് യൂസർമായി നോക്കി ചെക്ക് ചെയ്യണം. W1 ഔട്ട് ഓഫ് ഫേസ് എന്ന് കാണിക്കുന്നത് ഏതോ ഒരു സ്പീക്കറിന്റെ പൊളാരിറ്റി മാറിയിട്ടുണ്ട്. അതായത് പ്ലസ് കൊടുക്കേണ്ടതിന് മൈനസും, മൈനസ് കൊടുക്കേണ്ടതിന് പ്ലസും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മാറിക്കിടക്കുന്നുണ്ട്. അതാണ് ഔട്ട് ഓഫ് ഫേസ് കാണിക്കുന്നത്. W3 ലെവൽ എറർ എന്ന് പറയുന്നത് സബ്ബൂഫറിന്റെ എററാണ്. സബ്ബൂഫറിന്റെ എറർ എന്ന് പറഞ്ഞാൽ ഞാൻ സബ്ബൂഫർ വെച്ച് രണ്ടും അടുത്തടുത്താണ്. ആ അടുത്തുള്ള പൊസിഷന്റെ എററാണ് കാണിക്കുന്നത്. ശരിക്കും ഇത് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിൽ വെക്കണം, അല്ലെങ്കിൽ ഒന്ന് ഫ്രണ്ടിലും ഒന്ന് ബാക്കിലായിട്ട് വെക്കണം. ഓക്കെ, അതിപ്പോൾ തൽക്കാലം ഇഗ്നോർ ചെയ്യാം. ഔട്ട് ഓഫ് ഫേസ് ആയ സ്പീക്കറിന്റെ ഇതൊന്ന് കറക്റ്റ് ചെയ്യണം, അത്രേ ഉള്ളൂ. എത്രയായി കഴിഞ്ഞാൽ നമുക്ക് സേവ് കൊടുക്കാം. അപ്പോൾ നമ്മൾ സേവിൽ പോയാൽ സേവ് വേണോ ക്യാൻസൽ വേണോ റിസൾട്ട് വേണമെങ്കിൽ റിസൾട്ട് കാണിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ സേവ് കൊടുക്കുകയാണ്. സെറ്റപ്പ് കംപ്ലീറ്റ് ആയി. ഇനി മൈക്ക് ഡിസ്കണക്ട് ചെയ്തോളം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ മൈക്ക് ഡിസ്കണക്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഞാൻ മൈക്ക് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റിങ്സിൽ പോയി നോക്കാം. അപ്പോൾ സെറ്റിങ്സിൽ എടുത്തിട്ട് സെറ്റപ്പിൽ പോയിട്ട് മാനുവൽ സെറ്റപ്പിൽ പോകുന്നു. മാനുവൽ സെറ്റപ്പിൽ പോയിട്ട് പവർ ആംപ്ലിഫയർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കോൺഫിഗറേഷൻ, ഫ്രണ്ട്, ലാർജ് സ്പീക്കറായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ സ്മോൾ ആക്കാൻ പോവാണ്. സ്മോൾ സ്പീക്കർ ആക്കിയിട്ട് ഞാനൊരു 80 ഫ്രീക്വൻസി കൊടുക്കാൻ പോവാണ്. കാരണം എനിക്ക് 80 കുറഞ്ഞ ഫ്രീക്വൻസി എനിക്ക് സബ്ബൂഫറിൽ പോയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കാണിക്കുകയാണ്. ഫ്രണ്ട് സ്പീക്കർ, അപ്പോൾ സെൻട്രൽ സ്പീക്കർ ഓൾറെഡി 80 ആണ്. സറൗണ്ട് സ്പീക്കർ ലാർജ് വെച്ചിരിക്കുന്നത്. സ്പീക്കർ എൻ്റെ സറൗണ്ട് സ്പീക്കർ ലാർജ് തന്നെയാണ്, പക്ഷേ ഞാൻ അതിനെ സ്മോൾ ആക്കാൻ പോവാണ്. എന്നിട്ട് ഞാൻ 80 ആക്കാൻ പോവാണ്. എനിക്ക് സൗണ്ട് എഫക്ട്സ് ഒക്കെ കൂടുതൽ വരേണ്ടത് എനിക്ക് സബ്ബൂഫറിലോട്ടാണ്. അപ്പോൾ ഞാൻ അതൊന്ന് മോഡിഫൈ ചെയ്യാൻ പോവാണ്. 80 ആക്കണം എന്നുള്ളത് 60 ഒക്കെ വെക്കാറുണ്ട്. ഓക്കെ, എനിക്ക് കുറച്ചും കൂടി ബാസും കൂടുതലും വേണ്ട കാരണം ഞാൻ ബിലോ 80 ഫ്രീക്വൻസി എല്ലാം ഞാൻ സബ്ബൂഫറിലോട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അറ്റ്മോസ് ഓക്കെയാണ്, ഓൾറെഡി 80-ലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. റിയർ പ്രസൻസ് സബ്ബൂഫർ 1 യൂസിലാണ്, നോർമൽ ഫേസിലാണ് കിടക്കുന്നത്. അടുത്ത സബ്ബൂഫർ 2 യൂസാണ്, നോർമൽ ഫേസാണ്. ഓക്കെ, അപ്പോൾ അത്രയായ കോൺഫിഗറേഷനായി. ലേഔട്ടിൽ ഫ്രണ്ട് പ്രസൻസ് ഡോൾബി എനേബിൾഡ് സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അത് കറക്റ്റാണ്. സബ്ബൂഫർ ചെക്ക് ചെയ്തൊക്കെ മോണോറിലാണ് കിടക്കുന്നത്. ഓക്കെ, പിന്നെ നോക്കുന്നത് ഞാൻ ഡിസ്റ്റൻസ് ഓൾറെഡി മെഷർമെൻറ്റ് ചെയ്ത് ഓൾറെഡി കണക്റ്റഡ് ആണ്. അപ്പോൾ പിന്നെ ഞാൻ അതിൽ മോഡിഫൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ലെവലിൽ സബ്ബൂഫറിൻ്റെ ലെവലൊക്കെ -10 കിടക്കുന്നത്. കാരണം അത്ര ആവശ്യമില്ലാന്ന്. കാരണം ഞാൻ സബ്ബൂഫറിൻ്റെ വോളിയം 40% ഇട്ടിരിക്കുന്നത്. അത് ശരിക്കും ഒരു 50-60 ആണ് ഇടേണ്ടത്. അപ്പോഴാണ് പ്രോപ്പർ മെഷർമെൻറ്റ്. പക്ഷേ എനിക്ക് കുറച്ച് ബാസ് കൂടുതൽ കാരണമാണ് ഞാൻ 40 ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയാണ് വന്നിരിക്കുന്നത്. പിന്നെ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് നമ്മൾ മുമ്പ് ചെയ്ത് വെച്ചാൽ അതേപോലെ തന്നെ കിടക്കേണ്ട, അതൊന്നും മാറിയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത് നല്ലൊരു പ്രോപ്പർ സൗണ്ട് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് YPAOയുടെ സെറ്റപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ അറ്റ്മോസ് ചാനലിൻ്റെ ഫ്രീക്വൻസിയുള്ള ലെവലും അതേപോലെ സറൗണ്ട് സ്പീക്കേഴ്സിൻ്റെ ലെവലും ഒന്ന് കയറ്റിയിടും.
ഇപ്പോൾ ഏത് മെഷർമെൻ്റാണോ കിടക്കുന്നത് അതിനെക്കാട്ടിയും ഒരു 1-2 പോയിന്റ് ജസ്റ്റ് ഒന്ന് കയറ്റിയിടും. ഒരു നമ്മൾ ഇഷ്ടംപോലെ ചെയ്യാം. നമ്മളൊന്ന് കേട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് ഓട്ടോ സെറ്റപ്പ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഓട്ടോ സെറ്റപ്പിൻ്റെ ഒരു വീഡിയോ എന്നുള്ളത്. ഞാൻ ഫുള്ള് കാണിച്ചിട്ടില്ല. ഞാൻ ഇതിൻ്റെ ഒരു 2 പൊസിഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ശരിക്കും ഇത് 8 പൊസിഷനിൽ നമുക്ക് മെഷർമെൻറ്റ് വരുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് പക്ക സറൗണ്ടിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് നന്നായി ക്ലിയർ ആയിട്ട് കിട്ടാൻ പോകുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. നമ്മളിതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത് നമുക്ക് വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാം. ഇതൊരു വൈഫൈ എനേബിൾഡ് AVR ആണ്. അല്ലെങ്കിൽ നമുക്ക് ലാൻ കേബിൾ വെച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ലാൻ കണക്ട് ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് വൈഫൈ വെച്ച് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൽ നമ്മൾ സെറ്റിങ്സിൽ നെറ്റ്വർക്കിൽ പോയാൽ നെറ്റ്വർക്ക് കണക്ഷൻ കാണിക്കും. അപ്പോൾ ഇതിൽ കിടക്കുന്ന വയേർഡ് ആണ്. അപ്പോൾ ഞാൻ ആ വയേർഡ് മാറ്റി ഞാൻ വയർലെസ് ആക്കാൻ പോവാണ്, വൈഫൈ ആക്കാൻ പോവാണ്. ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഓക്കെ കൊടുത്താൽ മതി ഇവിടെ. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്നത് ഷെയർ വൈഫൈ സെറ്റിങ്സ് ആക്സസ് പോയിന്റ് സ്കാൻ. അപ്പോൾ സ്കാൻ ചെയ്തിട്ട് ഏതാണ് നെറ്റ്വർക്ക് കിട്ടിയിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ആക്സസ് പോയിന്റ് സ്കാൻ കൊടുക്കുകയാണ്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്തിട്ട് അവൈലബിൾ ആയിട്ടുള്ള നെറ്റ്വർക്ക് എല്ലാം അപ്പോൾ കാണിക്കും. അപ്പോൾ അങ്ങനെ ഓരോ നെറ്റ്വർക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ നെറ്റ്വർക്ക് ഏറ്റവും ടോപ്പിലുള്ള നെറ്റ്വർക്കാണ്. 100% വൈഫൈ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ നമ്മൾ അടുത്ത ഫ്ലാറ്റുകളിലൊക്കെ ഉള്ള വൈഫൈ ആണ്. അത് ഒക്കെ സിഗ്നൽ കുറവാണ്. ഇനി അത് കിട്ടിയിട്ടും കാര്യമില്ല, നമുക്ക് അതിൻ്റെ പാസ്വേഡ് ഒന്നും അറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഇതിലോട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഓക്കെ എൻ്റർ അടിച്ചാൽ അത് കണക്റ്റ് ആവും. പിന്നെ ഞാൻ നെക്സ്റ്റിലോട്ട് വരണം. ഇവിടെ വന്ന് നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ ഇനി അതിൻ്റെ പാസ്വേഡ് വയ്ക്കും. അപ്പോൾ പാസ്വേഡാണ് ഇനി അടിക്കാൻ പോകുന്നത്. പാസ്വേഡ് അടിച്ചതിന് ശേഷം നെക്സ്റ്റാണ് അടിക്കുന്നത്. അപ്പോൾ പാസ്വേഡ് അടിക്കുന്ന സമയത്ത് ഞാൻ ഒന്ന് വീഡിയോ പോസ് ആക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പാസ്വേഡൊക്കെ എൻ്റർ ചെയ്തിട്ടുണ്ട്. പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം ഇനി ഞാൻ നെക്സ്റ്റാണ് അടിക്കാൻ പോകുന്നത്. നെക്സ്റ്റ് അടിച്ചു. നെക്സ്റ്റ് അടിച്ചപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ കണക്റ്റ് കൊടുക്കാൻ പോവാണ്. കണക്ട് ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. കണക്ഷൻ കംപ്ലീറ്റ് ആയി. ഓൾറെഡി വൈഫൈ ആയിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ആ സെറ്റപ്പ് ഓക്കെ ആയി. അപ്പോൾ ഞാൻ വൈഫൈ കണക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഓഫാക്കി ഓണാക്കിയപ്പോൾ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ന്യൂ ഫേംവെയർ അവൈലബിൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൽ സ്റ്റാർട്ട് കൊടുത്താൽ മതി. റിസീവർ ഓട്ടോമാറ്റിക്കലി സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് അപ്ഡേറ്റ് ആയിക്കോളും. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ റിസീവർ അങ്ങ് ഓഫായി. ഇനി റിസീവറിൽ കാണിക്കുന്നുണ്ട് നെറ്റ്വർക്ക് അപ്ഡേറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ക്യാമറ ട്രൈപോഡിൽ വെച്ചാൽ മാറ്റുന്നില്ല. റിസീവറിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേയിൽ നെറ്റ്വർക്ക് അപ്ഡേറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ വെരിഫൈയിങ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു സോഫ്റ്റ്വെയറിനെ വെരിഫൈ ചെയ്യാണ്. അപ്ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്ഡേറ്റ് കഴിഞ്ഞപ്പോൾ പവർ ഓഫ് ആകാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ എൻ്റെ സ്ക്രീനിൽ വരും. അത് കഴിയുമ്പോൾ നമുക്ക് പവർ ഓഫാക്കി പിന്നെ ഓട്ടോമാറ്റിക്കലി AVR ഓൺ ആവും. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ എല്ലാം അപ്ഡേറ്റ് ആയി. അപ്പോൾ വൺസ് നമ്മൾ നെറ്റ്വർക്ക് കണക്ട് ചെയ്താൽ അത് വയേർഡ് ആണെങ്കിലും ശരി വയർലെസ് ആണെങ്കിലും ശരി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ AVR അത് ഓട്ടോ ഡിറ്റക്ട് ചെയ്തിട്ട് അത് അപ്ഡേറ്റ് ചെയ്തോളും. അപ്പോൾ അപ്ഡേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ എല്ലാം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി. ഇനി നമുക്ക് AVR നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്ത് തുടങ്ങാം.